കേരളീയ പൊതുസമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പാലക്കാടിന്റെ തന്നെ നഗരപ്രാന്തങ്ങളിൽ ജീവിക്കുന്ന പലതരം സമൂഹങ്ങളുണ്ട്. ആധുനിക നാഗരികതയും യന്ത്രനാഗരികതയും ഒക്കെ അവരെ വിഴുങ്ങി പല രീതിയിൽ ശിഥിലമാക്കപ്പെട്ട ഈ പൊതുസമൂഹത്തിന്റെ നടുക്ക് എങ്ങനെയാണ് നിങ്ങൾ ഈ പഴയ മായാവരത്തു നിന്നും കുംഭകോണത്തു നിന്നൊക്കെ വന്ന കാലം മുതൽക്കുള്ള പഴയ തമിഴ് ബ്രാഹ്മണ പാരമ്പര്യങ്ങളെയും അതിന്റെ സംസ്കാരത്തെയും നിലനിർത്തുന്നത്? ഞങ്ങൾ ഒരു ഐസൊലേറ്റഡ് ആയിട്ടേ നിൽക്കുന്നുള്ളൂ. കേരള പൂജാവിധികളും ഇവിടുത്തെ പൂജാവിധികളും ഞങ്ങളുടെ ആചാരങ്ങളും കേരള ആചാരങ്ങളും ഡിഫറൻ്റ് ആയിരുന്നാലും ഞങ്ങൾ അവരോടൊത്ത് എല്ലാ ഫംഗ്ഷനിലും വിഷുവുമുണ്ട്, ഓണവും ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്, ദീപാവലി ആഘോഷിക്കുന്നുണ്ട്. എല്ലാം ഞങ്ങൾ ആഘോഷിച്ച് അവരുടെ ഈ മറ്റു കേരള ജനതയോടുകൂടി സഹകരിച്ച് തന്നെ ഞങ്ങൾ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രഥോത്സവത്തിൽ നാനാജാതി മതസ്ഥർ പങ്കെടുക്കാറുണ്ട്. എല്ലാ ജാതിയും എല്ലാ മതങ്ങളും വ്യത്യാസമില്ലാതെ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് അതിൽ ഈ 10 ദിവസം ടെമ്പിളിൽ യാതൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇപ്പോൾ ഷർട്ടിട്ട് പോകാനോ പാൻറ്റിട്ട് പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള പോയി അവിടെ ദർശനം കഴിക്കാനോ ഞങ്ങൾക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഞങ്ങൾ അവർ ഇമ്പോസ് ചെയ്യുന്നില്ല. ഈ മായവരം തേര് എപ്പോൾ നടക്കുന്നുണ്ടോ അതനുസരിച്ചിട്ടാണ് കൽപ്പാത്തിയിൽ രഥോത്സവം നടക്കുന്നത്. നേരത്തെ രാമനാഥൻ പറഞ്ഞതുപോലെ കൽപ്പാത്തി തേര് ഉരുളുന്ന വഴിയിൽ ഇന്നും നാനാജാതി മതസ്ഥർ വരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഇവിടെ തീണ്ടലില്ല, അയിത്തമില്ല, നിയന്ത്രണങ്ങളില്ല. പാലക്കാടിന്റെ ദേശീയോത്സവമായി കൽപ്പാത്തി രഥോത്സവം നടക്കുന്നു. മായാവരത്ത് തേരുണ്ടാകുന്ന അതേ സമയത്തോടടുപ്പിച്ചാണ് ഇവിടെ കൽപ്പാത്തിയിലും തേരുരുളുന്നത്. ചരിത്രത്തിന്റെ പല പ്രവാഹഗതികളിൽ മുങ്ങിപ്പോകാതെ കൽപ്പാത്തി തേരിന്റെ വഴിയിൽ ഇതാ ഒരു സമൂഹം ബാക്കിയാവുന്നു. ഇതാ കൽപ്പാത്തി രഥോത്സവത്തിലെ ആവേശകരമായൊരു നിമിഷത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. മന്ദക്കര ഗണപതിയുടെ തേര് ഗണപതി ക്ഷേത്രത്തിനടുത്തു നിന്ന് സാക്ഷാൽ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിനടുത്തേക്ക് ഇവിടുത്തെ ഭക്തജനങ്ങൾ തന്നെ വലിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. മന്ദക്കര ഗണപതി ക്ഷേത്രത്തിനടുത്ത് നിന്ന് പഞ്ചവാദ്യം കൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാലുകളും ഇപ്പോൾ കൽപ്പാത്തി തെരുവിലേക്കാണ്. ഇത് പാലക്കാടിന്റെ ദേശീയോത്സവം. ഈ തേരുരുളുന്നത് പാലക്കാടിന്റെ ജനസംസ്കൃതിയിലൂടെയാണ്. ജനങ്ങളുടെ സംഘോത്സവമാണിത്. എന്നോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ പറിച്ചു നടപ്പെട്ട പ്രവാസികൾ മാത്രമല്ല, ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും നാനാജാതി മതസ്ഥർ ഇവിടെ കൽപ്പാത്തി തെരുവിനെ ഇതാ ജനനിബിഡമാക്കിയിരിക്കുന്നു. വർണ്ണങ്ങളുടെയും ജനശബ്ദങ്ങളുടെയും ഉത്സവത്തിന്റെയും ഒരു നദി പോലെ കൽപ്പാത്തി പുഴയുടെ തീരത്ത് ഒരു ആവേശത്തിന്റെ തിര ഇരമ്പി വരികയാണ്. ഈ തേര് വലിക്കാൻ തുടങ്ങുന്നതോടുകൂടി ദൈവങ്ങൾ ജനങ്ങളോടൊപ്പം ഊരുവലം ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി അനുഗ്രഹം ഈ നഗരവീഥികളെ, ഗ്രാമവീഥികളെ, ഓരോ വീടിനെയും സ്പർശിച്ചുകൊണ്ട് കടന്നുപോകും. രഥോത്സവം ഇതാ തുടങ്ങുന്നു. ഇത് മനുഷ്യാധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു മഹാചരിത്രം. കൽപ്പാത്തി തേരിന്റെ വഴിക്ക് മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. മന്ദക്കര ഗണപതിയുടെ വലിയ തേര് എത്രയോ
നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശില്പവേലകൾ, സൂക്ഷ്മങ്ങളായ ദാരുശില്പവേലകൾ നിറഞ്ഞ ഈ മനുഷ്യ മഹാരഥം അല്ല, ഇത് ഗണേശ്വരന്റെ മഹാരഥമാണ്. അതിനു മുമ്പിൽ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കോലം വിശ്വാസികളുടെ മഹാസമുദ്രം വന്നു ചേരുകയാണ്. മന്ദക്കര ഗണപതിയുടെ തേര് ഇവിടെ നിന്ന് വിശ്വാസികൾ ഒരുമിച്ച് വലിച്ചു കൊണ്ടുപോകും. ആന പിടിച്ചാൽ പോലും നീങ്ങാത്ത ഈ കൂറ്റൻ രഥം ഈ തെരുവീതിയിലൂടെ കൽപ്പാത്തി വിശ്വനാഥന്റെ അടുത്തേക്ക് നീങ്ങും. മന്ദക്കര ഗണേശ്വരന്റെ രഥം മുഴുവൻ കാർഷിക സമൃദ്ധി കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കുലവാഴകൾ, കദളിക്കുലകൾ, ഇളനീർക്കുലകൾ, അടയ്ക്കക്കുലകൾ തുടങ്ങി കാർഷിക സമൃദ്ധിയുടെ ഒരു നിറഞ്ഞ കാഴ്ചയാണ്. പാലക്കാടിന്റെ കർഷക സമൃദ്ധി മുഴുവൻ ഈ തേരിനോടൊപ്പമുണ്ട്. ഗണേശ്വരനോടൊപ്പം ഈ തെരുവിലെ കുട്ടികളുണ്ട്. ഇത് കൃഷിയുടെയും കാർഷിക സംസ്കൃതിയുടെയും ബാല്യാനുഭവങ്ങളുടെയും നിഷ്കളങ്കതയുടെയും ഒരു മഹനീയമായ അലങ്കാരമാണ്. ഈ കൂറ്റൻ തേരിന് മുമ്പിൽ നിൽക്കുമ്പോൾ മനുഷ്യചരിത്രം നേടിയെടുത്ത അനന്തസുന്ദരങ്ങളായ അനവധി അലങ്കാരങ്ങളാണ് ഇതിന് ചുറ്റും നിരന്നിരിക്കുന്നത് എന്ന് കാണും. ഇത് ഒരു മഹാവിശ്വാസത്തിന്റെ ചരിത്രമാണ്. ദൈവങ്ങൾ വിശ്വാസികൾക്കടുത്തേക്ക് ഊരുവലമായി തേരിൽ ഇറങ്ങി വരുന്നു. ഒരുപക്ഷെ ഇന്ത്യൻ വിശ്വാസ ചരിത്രത്തിൽ ഇത്രയേറെ ജനകീയമായൊരാഘോഷം മറ്റെവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. പാലക്കാടിന്റെ പുരാചരിത്രത്തിൽ മാത്രമല്ല, പാലക്കാടിന്റെ സമകാലിക ജീവിതത്തിലും ഈ തേര് ഉരുണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ദൂരങ്ങളിൽ അമേരിക്കയിലും അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയ തലമുറകൾ പോലും ഈ തേരിന്റെ വഴിയിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ ഓരോ അഗ്രഹാരത്തിന്റെ തിരുമുറ്റവും ഹൃദയങ്ങൾ കൊണ്ട് താലപ്പൊലി ഒരുക്കി മന്ദക്കര ഗണപതിയെ കാക്കുന്നു. നടന്നോളൂ, ഫ്രണ്ടിക്ക് നടന്നു, ഫ്രണ്ടിൽ പോയി. വിഘ്നേശ്വരനായ ഗണേശ്വരൻ ഈ വഴികളിലൂടെ അങ്ങ് കൽപ്പാത്തി വിശ്വനാഥന്റെ അടുത്തേക്ക് സഞ്ചരിക്കുന്ന അത്ഭുതകരമായ ജനപങ്കാളിത്തമുള്ള, ഹൃദയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനാമുകുളങ്ങൾ പോലെ ഒരുമിച്ച് നിൽക്കുന്ന ആവേശോജ്വലമായ ഒരു തേരിന്റെ യാത്രയാണ്. തേര് ഒപ്പം കാറ്റ്. ഇതാ പാലക്കാടിന്റെ ഉത്സവ ദിനങ്ങൾ ആരംഭിക്കുകയാണ്. അല്ലെങ്കിൽ പാലക്കാടിന്റെ ദേശീയോത്സവം കൽപ്പാത്തിയിൽ ഇരമ്പി മറിയുകയാണ്. നമുക്ക് ഈ തേരിനോടൊപ്പം യാത്ര ചെയ്യാം.